സന്നിധാനത്ത് ഇന്ന് ഇതുവരെ 65,000-ഓളം ഭക്തരാണ് ദർശനം നടത്തിയത്. ഇന്നലെ വരെ ദർശനം നടത്തിയത് 5 ലക്ഷത്തിലധികം ആളുകളാണ്. ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് സംഘവും സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്, അത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ഭക്തർ പറയുന്നു. സന്നിധാനത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇടവിട്ട് മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് രാവിലെയും ഇത്തരത്തിൽ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 7 മണിക്ക് ശേഷം മഴ പാടെ മാറി നിന്ന സാഹചര്യമായിരുന്നു. ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിരുന്നു. പക്ഷേ ഒരു വൈകിട്ട് ഒരു 6 മണി 6:30-ക്ക് ശേഷമാണ് ഇടവിട്ട മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യം സന്നിധാനത്തെ സംബന്ധിച്ച് ഉണ്ടായത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഈ മഴയെ എല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഭക്തർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. ഇന്നലെ മാത്രം ഏകദേശം 5 ലക്ഷത്തോളം പേരാണ് സന്നിധാനത്തെത്തി ദർശനം നേടി മടങ്ങിയത്. ഇന്ന് ഇതുവരെ ഏകദേശം വൈകിട്ടത്ത് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 65,000-ഓളം പേർ ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇന്നലെ മാത്രം 72,000-ഓളം പേർ ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ കണക്കുകൾ, ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്നലത്തെ കണക്ക് ഇന്ന് മറികടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഇന്ന് നാളെയും അവധി ദിവസങ്ങളായതിനാൽ മലയാളികളാണ് സന്നിധാനത്തേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്പോട്ട് ബുക്കിങ്ങിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതോടെ ശബരിമലയിലെ തിരക്ക് അത് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഭക്തരെ സംബന്ധിച്ചുള്ള കുടിവെള്ളം, അതുപോലെ തന്നെ ശൗചാലയം തുടങ്ങിയ വിഷയങ്ങളാണ്. അതൊക്കെ തന്നെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഇന്ന് ചേർന്ന യോഗത്തിലൊക്കെ തീരുമാനമുണ്ടായിരിക്കുന്നത്. നീലിമല കയറി വരുന്ന ഇടങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുതിയ സേന എല്ലാം തന്നെ വിന്യസിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സന്നിധാനത്തെ നിലവിലെ സ്ഥിതി അത് ശാന്തമാണ്. മഴയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാം സുഖകരമാണ് എന്നുള്ളതാണ് ഭക്തരും പ്രതികരിക്കുന്നത്.